ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ആഴ്ച നമ്മുടെ അജാസ് നമ്മുടെ മാർഗഴി കൈയോടെ പിടിക്കുകയാണല്ലേ. ഫോട്ടോ സഹിതമാണ് നമ്മുടെ അജാസ് ഗോവിന്ദിന് കാണിച്ചു കൊടുക്കുന്നത്. ഗോവിന്ദാണെങ്കിലോ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇതാരാണ്, ഗീതു ആണോ അതോ ഗീതുവിനെ പോലുള്ള അപരയാണോ? എന്നിട്ട് ഗോവിന്ദ് നന്നായി അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഗീതുവിനെ പോലുള്ള അവളുടെ അപരയാണ്, അവളുടെ ഡ്യൂപ്പാണ്, അവളാണ് വൈദ്യശിരോമണി മാർഗഴി എന്നൊക്കെ കാര്യം ഗോവിന്ദ് മനസ്സിലാക്കുന്നുണ്ട്. ഇവളാണ് പവിഴത്തിൻ്റെ മകള്. നമ്മുടെ രഞ്ജുവിനെ ചികിത്സിക്കാൻ വേണ്ടി വെങ്കടേശൻ അങ്കിൾ പറഞ്ഞത് പവിഴത്തിൻ്റെ മകളാണ് ഇവളാണല്ലോ ഞാൻ തിരഞ്ഞു നടക്കുന്നത് എന്നൊക്കെ കാര്യം ഗോവിന്ദ് മനസ്സിലാവുന്നുണ്ട്. സത്യങ്ങളൊക്കെ അറിഞ്ഞ ഗോവിന്ദ് പിന്നെ തീരുമാനിക്കുന്നുണ്ട്, ഇത്രയും ദിവസം നീ ഗീതുവിനിട്ട് പണി തരുന്നു, ഞാൻ നിനക്ക് പണി തരാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ എങ്ങനെ വിഷമിറക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട് മാർഗഴി അടുത്ത് മനസ്സിൽ. നമ്മുടെ മാർഗഴി ആണെങ്കിലോ ഗീതുവിനെ പോലെ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. വിനോദിനെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട് അവൾ ഇതിനിടയ്ക്ക്. പിന്നെ അതുപോലെ രഞ്ജുവിൻ്റെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ട് നാടി പിടിച്ചു നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ആഴ്ച കാണിക്കുന്നുണ്ട് നമ്മുടെ അനാർക്കലി രഞ്ജു നേർക്ക് നേര് വരുന്നുണ്ട്. നമ്മുടെ രഞ്ജു ആണ് അനാർക്കലിയുടെ മകളെന്നറിയാതെ അനാർക്കലി അവളെ വെല്ലുവിളിക്കുന്നുണ്ട്. നിന്നെയും ഗോവിന്ദനെയും ഞാൻ കുഴിച്ചു മൂടും, ഒരേ കുഴിയിൽ കുഴിച്ചു മൂടും എന്നൊക്കെ പറയുന്നുണ്ട്. രഞ്ജു ആണെങ്കിലോ അനാർക്കലിയാണ് സ്വന്തം അമ്മ എന്നറിയാതെ അനാർക്കലിയുടെ കരണം നോക്കി പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടറിഞ്ഞ് കാണാൻ വരും എപ്പിസോഡുകളിൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.